ചിലമ്പണിഞ്ഞ് വാളുമായി പോകും. ഇതിനിടയിൽ ആരെയെങ്കിലും കണ്ടാൽ അവർക്ക് നേരെ ഭസ്മം എറിയും. ആ ഭസ്മം വീണവർ വസൂരി വന്ന് മരിക്കുമെന്നായിരുന്നു വിശ്വാസം. കൂട്ടുകാരെല്ലാം ചേർന്ന് കശുവണ്ടി പറിച്ചെങ്കിലും നസീർ ഇറങ്ങി വരുന്നതിന് മുൻപ് എല്ലാവരും പോയി കഴിഞ്ഞു. പെട്ടെന്ന് ഒരു ചിലമ്പിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് കേട്ട് ഭയന്നപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഓർമ്മ വന്നത്. ചിലമ്പിന്റെ ശബ്ദം കേട്ടതോടെ ഓടാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ശരീരം അനങ്ങിയില്ല. പിന്നീട് ബോധം കെട്ടുപോയ ആള് 3 ദിവസം കഴിഞ്ഞാണ് കണ്ണു തുറന്നത്. സംസാരിക്കാൻ ശബ്ദം പോലും പുറത്തു വരാതെ എന്തോ മാരകമായ അസുഖം നസീറിനെ ബാധിച്ചു. ആകെ പരിഭ്രാന്തരായ വീട്ടുകാർ പല ചികിത്സകൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ ഈ കുട്ടി മരിച്ചു പോകുമെന്ന് എല്ലാവരും വിധി എഴുതി. ആ കുട്ടി മരിച്ചു പോകുമെന്ന് നാട്ടിൽ മൊത്തം പ്രചരിച്ചു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ആ കുട്ടി ആയതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് കാണാനായി വീട്ടിൽ വന്നിരുന്നത്. ഇതിനിടെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ശിഷ്യൻ വർക്കലയിൽ ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ഒറ്റമൂലി ഉണ്ടെന്നും കേട്ടു. അങ്ങനെ നസീറിന്റെ ഉപ്പ അദ്ദേഹത്തെ പോയി കണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം